GHFന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗാർഡനും അല്ല, കൃഷി വീഡിയോ അല്ല, നമ്മളൊരു വ്ളോഗ് വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരത്ത് മരിയനാടുള്ള ഒരു ഹാർബറിൽ നമ്മൾ ഇന്ന് ഫിഷിൻ്റെ ലേലം കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അവിടുത്തെ സമയം എന്ന് പറയുന്നത് 6:30-ക്കാണ് വള്ളം വന്നു കയറത്തുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ സാധാരണ മറ്റ് ഹാർബറിലൊക്കെ പോകുന്ന പോലെ, കൊല്ലം ഹാർബറിലൊക്കെ പോകുന്ന പോലെ വെളുപ്പിനെ പോയി ചെന്നൈക്കല്ലേ. അതെ അതെ, അതിൻ്റെ അകത്തൊരു സ്രാവിനെയും കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ രാവിലെ ഷാർക്ക്. അപ്പോൾ രാവിലെ 6:30-ക്കാണ് അവിടുത്തെ ബോട്ട് വന്ന് കയറത്തുള്ളൂ. അപ്പോൾ ആ സമയത്തേക്ക് ചെന്നാൽ മതി. അത് വെളുപ്പിനെ, അതായത് രാവിലെ ഒരു 7, 8, 9 മണി വരെയൊക്കെ ആ ഫിഷിൻ്റെ ലേലും കാര്യങ്ങളൊക്കെ കാണും. അപ്പം ഒരു മിനിറ്റ് പറയട്ടെ. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾ ചെന്നാൽ മതി. അപ്പം നിങ്ങൾ നേരെ പോയി ഹാർബറിലെ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. നമ്മളങ്ങനെ ഒരു 6:45, 7 മണിയോടനുബന്ധിച്ചാണ് ചെന്നേക്കുന്നത് കേട്ടോ. മരിയനാട് ചെന്നിട്ടുണ്ട്. നല്ലപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആൾക്കാർ ലേലം വിളിക്കാൻ, ചെറുകിട ആൾക്കാരും അതേപോലെ തന്നെ ലോക്കൽ യൂസിനുള്ള ആൾക്കാരും നമ്മൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സെയിലും ലേലങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ റേറ്റും വലിയ റേറ്റൊന്നുമില്ല, നല്ല നോർമലായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ചെന്ന ദിവസം ഉണ്ടായിരുന്നത് കൂടുതലും കൂന്തലായിരുന്നു കേട്ടോ. കൂന്തലും പിന്നെ ഒരു വേളാപ്പാര എന്ന് പറയുന്ന ടൈപ്പിലൊരു ഫിഷുമാണ് അന്ന് കൂടുതലുണ്ടായിരുന്നത്. ഇതാണല്ലേ കൂന്തലൊക്കെ വാരിയിടുന്നുണ്ടോ. ഒരു പോയ ബോട്ടുകളിലും ഒട്ടുമിക്ക ബോട്ടുകളിലും ഈ കൂന്തൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെ കണവയെന്ന് പറയുന്ന ഈ സാധനം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ആണല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ബോട്ടും കാര്യങ്ങളൊക്കെ കയറുന്നതാണ്. വിഴിഞ്ഞം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബോട്ട് ഇവിടെ കയറുന്നുണ്ട്. അതേപോലെ തന്നെ വിഴിഞ്ഞത്തു നിന്നും ബോട്ടുകൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇതാണ് ഒരു നല്ല രീതിയിൽ സെയിൽ നടക്കുന്നതാണ്. ഇതുണ്ടോ, ഇത് കല്ലം കണവയെന്ന് പറയുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ് അവർ നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിൽ റേറ്റിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ബോട്ട് ഉണ്ടോ, ഇത് മീൻ പിടിക്കാൻ പോകുന്നതല്ല. മീൻ ഇവിടെ വന്ന് വിറ്റതിന് ശേഷം ആ ബോട്ട് തിരിച്ചു പോകാൻ വേണ്ടി വലിച്ച് കടലിൽ ഇറക്കി കൊടുക്കുന്നതാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന സീൻ എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇത് നമ്മുടെ കറുത്ത ആവലിയാണ് കേട്ടോ. ഭയങ്കര വലിയ സൈസാണ്, അത്യാവശ്യം നല്ലൊരു സൈസുള്ള സാധനമാണ്. ഞാൻ ഇതുവരെ ഇത്രയും സൈസിലുള്ള ആവലി കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൂന്തലായിരുന്നു അല്ലെങ്കിൽ കണവയെന്ന് പറയുന്നത് ഈ സാധനമായിരുന്നു ഇന്ന് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ ബോട്ടുകളിലും അത് കാണാനുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നല്ല റേറ്റ്, വലിയ കുഴപ്പമില്ല. നമുക്കൊരു കൊട്ടയൊക്കെ 2000 രൂപയോളം അടുപ്പിച്ചുള്ള വിലകളും ഒക്കെ ആയിട്ട്, അതിന് താഴെയൊക്കെ ആയിട്ട് പല സമയത്തായിട്ട് പോകുന്നുണ്ട്. രാവിലെ 6:30, 7 മണിക്ക് സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം 7, 7:45, 8 ആയപ്പോഴത്തേക്ക് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇപ്പം മാറ്റിയിരുന്ന ഈ മീൻ എന്താ പേരെന്ന് അറിയാമോ? എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. ഇതൊരു 25 പീസ് അങ്ങാണ്ട, 25 15 ആണ് 2000 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി അവർ ഇട്ടിരുന്നത്. ഇതുണ്ടോ, അവിടെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ബോട്ടിൽ നിന്ന് വാങ്ങിച്ച് ലേലത്തിലെടുത്തതിന് ശേഷം ലോക്കലി, അതായത് ചെറിയ അളവിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. നല്ല മീനാണ്. 2000 രൂപ, 2000 രൂപ നല്ല മീനാണ്. 2000 രൂപ, 2000 രൂപ, 2000 $5000